നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിലാണ് സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. VD സതീശന് പുറമെ 21-അംഗ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. സ്റ്റേഡിയത്തിനകത്തും പുറത്തും വൻ ജനക്കൂട്ടമാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. PK കുഞ്ഞാലിക്കുട്ടി 2ാമതും രമേശ് ചെന്നിത്തല 3ാമതും സത്യപ്രതിജ്ഞ ചെയ്തു. സണ്ണി ജോസഫ്, K മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, CP ജോൺ, AP അനിൽകുമാർ, N ഷംസുദ്ദീൻ, PC വിഷ്ണുനാഥ്, റോജി M ജോൺ, ബിന്ദു കൃഷ്ണ, M ലിജു, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, T സിദ്ദീഖ്, K തുളസി, OJ ജനീഷ് എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു. K മുരളീധരൻ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോണും CP ജോണും സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മറ്റുള്ളവർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി തുടങ്ങിയ നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, വിവിധ സാമൂഹിക നേതാക്കൾ, മതമേലധ്യക്ഷന്മാർ തുടങ്ങിയവരും ചടങ്ങിനെത്തി. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി പുതുക്കാട് മേഖലയിലെ പാലാഴി അമ്പലക്കടവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ച് നാരായണീയം പഠിച്ച 22 നാരായണീയ സമിതി അംഗങ്ങളുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണ സമർപ്പണം നടത്തി. ചടങ്ങിനോടൊപ്പം പാലാഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര നാരായണീയ സമിതിയുടെ രജിസ്ട്രേഷനും നടത്തി. ആചാര്യ ഗീത S നായരുടെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം. ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി വിജേഷ് ഉദ്ഘാടനം ചെയ്തു. അഖില ഭാരത നാരായണീയ സമിതി പ്രവർത്തകരായ AS സുനീഷ്, സുമേഷ്, നിവേദ്യം എന്നിവരെ ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ക്ഷേത്രം മേൽശാന്തി വിജേഷ് ഗുരുവായൂരിൽ നടന്ന നാരായണീയ മഹോത്സവത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. നാരായണീയ സമിതിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സമിതി ആചാര്യ ഗീത S നായർക്ക് നൽകി സമിതിയുടെ രജിസ്ട്രേഷൻ നടത്തി. രേണുക സുനിൽ, ചേമ്പാല പരമേശ്വരൻ, രാജൻ വെള്ളാപ്പറമ്പിൽ, ചന്ദ്രൻ തച്ചപ്പള്ളി എന്നിവർ സന്നിഹിതരായി. പതിനാറാം കേരള നിയമസഭയിലേക്ക് VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് പുതുക്കാട് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AB പ്രിൻസിന്റെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ പൈങ്കിയിൽ സജീവ് കുമാർ, തൊണ്ടുങ്ങൽ ദേവസി, തൊണ്ടുങ്ങൽ ബെന്നി, പിയൂസ് ഇഞ്ചക്കുണ്ട്, നൌഷാദ് കല്ലൂപ്പറമ്പിൽ, സായൂജ് എഡ്വിൻ, പ്രണവ്, പ്രിൻസ്, ശാലിനി, ജെയ്നി, തങ്കമണി, ബിജി തുടങ്ങിയവർ സന്നിഹിതരായി. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും മറ്റും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച ഹെറോയിനുമായി 28-കാരൻ പിടിയിൽ. ഇതര സംസ്ഥാന തൊഴിലാളി അസദുൽ ഇസ്ലാമിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മെയ് 16-ന് മുരിങ്ങൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് തൃശൂർ റൂറൽ പോലീസ് സംഘം ഇയാളെ ഹെറോയിനുമായി പിടികൂടിയത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി കൂട്ടിച്ചേർത്ത് കേസെടുത്തു. അബ്ദുൽ ഇസ്ലാം 2025 വർഷത്തിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഹെറോയിൻ വിൽപ്പന നടത്തിയ ഒരു കേസിലെ പ്രതിയാണ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഹബീബുള്ള, ഡാൻസ് ഓഫ് GSC-മാരായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, ASI-മാരായ AU റെജി, MJ ബിനു, CPO EV ശ്രീജിത്ത്, കൊരട്ടി സ്റ്റേഷൻ പ്രൊബോഷണറി SI അരുൺ, SI ജോയ്, GASI ഷിജോ, സീനിയർ CPOമാരായ നിഖിലൻ,
ആന്റണി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,320 രൂപയും പവന് 1,14,560 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.